ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും സന്തുഷ്ട ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെ ഒരു ജീവിതം കൈവരിക്കുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ഒട്ടുമിക്കവരും കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. നാം എത്ര സമർത്ഥനും കഴിവുള്ളവനുമാണെങ്കിൽ പോലും അതൊന്നും നമ്മുടെ സ്വന്തം മേന്മ കൊണ്ടാണെന്ന് നമുക്ക് അവകാശപ്പെടാനാവുമോ? വാസ്തവത്തിൽ ദൈവം നൽകാത്തതായി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവനും നമ്മുടെ ആയുസ്സും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പാദ്യവുമൊക്കെ പ്രകൃതിയുടെ വരദാനങ്ങളല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നവയെല്ലാം പ്രകൃതിയുടെ വരദാനങ്ങളാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിച്ചാൽ ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം നമ്മിൽ ആഴപ്പെടും. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹാരമില്ലെന്ന് തോന്നിപ്പിക്കുന്ന വൻ പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ സത്യത്തിൽ അവ നിസ്സാര പ്രശ്നങ്ങൾ പോലും ആയിരിക്കുകയില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വലുതോ ചെറുതോ ആകട്ടെ, എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കാം. അപ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതിവേഗം പരിഹരിക്കപ്പെട്ടുകൊള്ളും. വളരെ രസകരമായ ഒരു കഥ പറയാം. ധനികനായ ഒരു കൃഷിക്കാരൻ മരിച്ചപ്പോൾ അയാൾക്ക് 19 കുതിരകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രമനുസരിച്ച് അയാളുടെ 3 മക്കൾക്കായിട്ട് ആ കുതിരകളെ വീതം വെച്ചെടുക്കാനാണ് എഴുതിയിരുന്നത്. മൂത്ത മകന് കുതിരകളുടെ പകുതി, രണ്ടാമന് കുതിരകളുടെ 4/1, മൂന്നാമത്തവന് കുതിരകളുടെ 5/1. ഇപ്രകാരമായിരുന്നു കുതിരകളെ വീതം വെക്കേണ്ടിയിരുന്നത്. മൂത്ത മകന് എങ്ങനെയാണ് 19 കുതിരകളുടെ പകുതി എണ്ണം കൊടുക്കുവാൻ സാധിക്കുക? മക്കൾ 3 പേരും കൂടി തല പുകഞ്ഞ് ആലോചിച്ചു. ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. എങ്ങനെ ഭാഗം നടക്കുമെന്നതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചതുമില്ല. പ്രശ്നം രൂക്ഷമായി. അങ്ങനെയിരിക്കെ ആരോ പറഞ്ഞു, ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഗുരു അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടെന്ന്. അവർ ഉടനെ തന്നെ ആ ഗുരുവിൻ്റെ ഉപദേശം തേടാനായി ഇറങ്ങി. വിവരം കേട്ടപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം, പക്ഷേ എനിക്ക് ഒരു ദിവസത്തെ സാവകാശം വേണം. ഗുരുവിൻ്റെ നിർദ്ദേശം അവർക്ക് സ്വീകാര്യമായിരുന്നു. അവർ സ്വന്തം ഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങി. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ ഒരു കുതിരയെ കടം വാങ്ങി ഗുരു കർഷകൻ്റെ വീട്ടിലെത്തി. അവർ 3 മക്കളെ കൂടാതെ ഒട്ടേറെ നാട്ടുകാരും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് നിന്നിറങ്ങിയ ഗുരു 19 കുതിരകളെയും തൻ്റെ മുന്നിലെത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. കുതിരകളെയെല്ലാം നിരനിരയായി നിർത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഈ കുതിരയെ കൂടി നിങ്ങൾക്ക് തരുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. 3 പേരും സന്തോഷത്തോടെ തങ്ങൾക്കൊരു എതിർപ്പുമില്ല എന്ന് അറിയിച്ചു. ഏറെ സന്തോഷമാണെന്നും അവർ പറയാൻ മറന്നില്ല. ആ ഗുരു അദ്ദേഹം കൊണ്ടുവന്ന കുതിരയെയും അവരുടെ മറ്റു കുതിരകളോടൊപ്പം നിർത്തി. അപ്പോൾ കുതിരകളുടെ ആകെ എണ്ണം 20 മാറി. മൂത്ത മകന് അവകാശപ്പെട്ട കുതിരകൾ എത്രയാണ്? ഗുരു ചോദിച്ചു. ആകെയുള്ള കുതിരകളിൽ പകുതി, അവർ മറുപടി പറഞ്ഞു. ഉടനെ 10 കുതിരകളെ ഗുരു മൂത്ത മകന് നൽകി. രണ്ടാമത്തെ മകന് അവകാശപ്പെട്ടതോ? ഗുരു വീണ്ടും ചോദിച്ചു. കുതിരകളുടെ 4/1, അവർ മറുപടി പറഞ്ഞു. അപ്പോൾ 20ൻ്റെ 4/1 5 പറഞ്ഞ് ഗുരു 5 കുതിരകളെ രണ്ടാമത്തെ മകന് നൽകി. മൂന്നാമത്തെ മകന് അവകാശപ്പെട്ടത് എത്രയാണെന്ന് ഗുരു വീണ്ടും ചോദിച്ചു. കുതിരകളുടെ 5/1, അവർ മറുപടി പറഞ്ഞു. ഉടനെ 4 കുതിരകളെ മൂന്നാമത്തവന് കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, 20ൻ്റെ 5/1 4. അതുകൊണ്ട് നിനക്കുള്ള ഓഹരി 4 കുതിരകളാണ്. കുതിരകളെ വീതം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ബാക്കിയായിരുന്നു. ആ കുതിര ഗുരു കൊണ്ടുവന്ന കുതിരയായിരുന്നു. മടക്കയാത്രയ്ക്കായി കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ഗുരു പറഞ്ഞു, നിങ്ങൾക്കിനി സമാധാനത്തോടെ ജീവിക്കാം, ഞാൻ യാത്ര തിരിക്കട്ടെ. കുതിരകളെ വീതം വെച്ച രീതി കണ്ട് ജനം അന്തം വിട്ടു നിന്നു. ഗുരുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. 19 കുതിരകളെ പകുതിയായും 4/1 5/1 വീതം വയ്ക്കുക എന്നുള്ളത് അസാധ്യമായി തോന്നിയ കാര്യമായിരുന്നു. എന്നാൽ ഒരു കുതിരയെ കൂടി ചേർത്ത് ഗുരു പ്രശ്നം പരിഹരിച്ചു. ഈ കഥ വിവരിച്ചിട്ട് ആധ്യാത്മിക ഗുരുക്കന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഏത് പ്രശ്നവും പരിഹരിക്കാനാകും. സൂക്ഷ്മമായി വിഷയം പഠിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രശ്നപരിഹാരത്തിന് ഒരു പരിധി നിശ്ചയിക്കേണ്ടതില്ല. പരിധികളെല്ലാം വലിച്ചെറിഞ്ഞ് വിശാലമായി ചിന്തിക്കണം. 19 കുതിരകളെ പകുതിയായും 4/1 5/1 വീതം വയ്ക്കുക എന്ന അസാധ്യമായ കാര്യം സാധ്യമാക്കുന്നതിന് ഒരു കുതിരയുടെ കൂടി സാന്നിധ്യം ആവശ്യമായി വന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നാം എത്രമാത്രം പരിശ്രമിച്ചാലും ആ പ്രശ്നങ്ങൾ നമുക്ക് സ്വയം പരിഹരിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ പ്രശ്നപരിഹാരത്തിനായി വിശാലമായി ചിന്തിക്കുന്നവരെ കൂടി തേടിയാലോ? അപ്പോൾ പ്രശ്നപരിഹാരം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും കാരണം നാം വിട്ടുവീഴ്ചയില്ലാതെ
കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിലും പരിഹാരം കാണാനുള്ള ഒരു വഴി ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും, അത് തീർച്ചയാണ്. സ്വന്തം ശക്തി കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടായിരിക്കണം. പ്രശ്നം സൃഷ്ടിക്കലല്ല, പരിഹാരമുണ്ടാക്കലാണ് നമ്മുടെ കടമയെന്ന നിശ്ചയമുണ്ടാകണം. എങ്ങനെയും സമ്പത്തും പദവിയും ഉണ്ടാക്കിയെടുത്താൽ സന്തോഷം കൂടെ കൂടുമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സന്തോഷത്തിലേക്കുള്ള ശരിയായ വഴി അറിയാത്തതാണ് എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കാരണം. യഥാർത്ഥത്തിൽ സന്തുഷ്ട ജീവിതം സൃഷ്ടിക്കുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തികളാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. മഹാനായ ഹെൻറി ഫോർഡ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ, അതല്ല സാധിക്കില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ, ആ തോന്നലുകൾ അത് രണ്ടും ശരിയാണ്. സത്യം അതുതന്നെയല്ലേ? ഗുഡ് ബൈ.